പാമ്പിനെയാണോ? പാമ്പന്നെയാന്ന് ഉറപ്പൊന്നുമില്ല, അവനോട് സംശയം പറഞ്ഞാന്ന്. എന്നാലും പോയി നോക്കാം. എൻ്റെ കുഞ്ഞിക്ക് എന്നാമോപ്പാ പറ്റീനി? കുടുംബശ്രീൻ്റെ ലോണെല്ലാം പെൻഡിങ്ങും ഉണ്ട്. അല്ല അങ്ങനെയല്ല, നിനക്കതൊക്കെ വേണോ? ഇനിയിപ്പോ എന്തിനാ കാട്ടിൽ കയറി പോയിനി? അമ്മ ഇപ്പം എന്തോ വേറെ ഓട്ടിക്കാൻ എന്തോ പറയുന്നുണ്ടായി. എടാ എന്നാന്ന് പാമ്പന്നെയാ? അറിയില്ല ഷാജേട്ടാ. എടാ ഇത് പാമ്പടിച്ചൊന്നല്ലടാ, കാണുമ്പോ എനിക്ക് മുള്ളുകൊണ്ട് പോലെ തോന്നുന്നു. നിനക്ക് പറ്റീനി? എന്നാണോ നിനക്ക് പറ്റീനി? ഏത് പാമ്പാന്ന് നിന്നെ കടിച്ചിനി? പാമ്പ് അടിച്ചെന്നല്ല, എനിക്കൊന്ന് മുള്ളു കറിച്ചാന്ന് എനിക്ക് തോന്നുന്നു. ഇത് മുള്ളു കൊണ്ടൊന്നുമല്ല, പാമ്പ് അടിച്ച് തന്നെയാന്ന്. നീ എന്നെ പഠിപ്പിക്കുന്നു? അടയാളം എങ്ങനെയല്ലല്ലോ, ചെരിഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ. പാമ്പ് അടിച്ചാൽ നേരെയല്ലേ ഉണ്ടാവുക? എടാ അത് കൊന്ത്രമ്പലുള്ള പാമ്പാന്ന്. പിന്നെ അത് കടിച്ചാൽ പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാവുക? പ്രധാനമായിട്ടും 3 തരം പാമ്പുകളാണ് ഉള്ളത്. വിഷമുള്ളത്, വിഷമില്ലാത്തത്, പിന്നെ നിന്നെ പോലത്തെ ഒരു ബോധവും ഇല്ലാത്തത്. എന്നാ പിന്നെ റിസ്ക് എടുക്കണ്ട, ആശുപത്രി കൊണ്ടുപോവാ. ഇനിയിപ്പോ എന്തിനാ പാ കൊണ്ടുപോകുന്നത്? ആള് പോയില്ലേ? അയ്യോ പോയില്ല, ഞാൻ ഇവിടെ ഉണ്ട്. പോയിട്ടില്ലേ? എൻ്റെ കുഞ്ഞിക്ക് എന്തെങ്കിലും പറ്റിപ്പോവാ കിട്ടാട്ടാ. മോള് കരയണ്ട, നമ്മുടെ കുഞ്ഞിക്ക് അത്രയും ആയുസ് കൊടുത്തില്ലോ എന്ന് വിചാരിച്ചാ മതി. ഞാനിവിടെ ഉണ്ടായിട്ടില്ലേപ്പാ, എന്നെ കണ്ടില്ലേ? ഓ മഴക്കാറുണ്ട്, ചിലപ്പോ അതായിരിക്കും. എൻ്റെ മോൻ പോയാ പിന്നെ എനിക്ക് ആരുണ്ട്? സുഭദ്രക്ക് ഞാനില്ലേ? എനിക്കൊന്നും കാണാൻ കഴിയില്ലപ്പാ. ചക്കന്റെ പായുന്നതാ ഒരേ പതയെല്ലാം വരുന്ന. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, വാ ആശുപത്രി കൊണ്ടുപോവാ. ആശുപത്രിയിലൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇതാണ് എത്തൂലാന്ന്. സമാധാനിക്ക്, വിഷമെല്ലാം മാറിയിട്ട് എണീറ്റാ മതി. സമാധാനിക്ക്. നമ്മുടെ ദിനേശൻ മരിച്ചോടാ പാമ്പ് അടിച്ചിട്ട്. ബോഡി ആശുപത്രിയിലുണ്ട്, ഞാനാണ് ഇങ്ങോട്ട് ഒറ്റക്കേ ഇല്ലു. അല്ല ഇത് മതിയാവും. സുഭദ്രേ, ആ വിളക്കും 2-3 തേങ്ങ ഇങ്ങെടുത്തോ, അവരെത്താനായി എന്നാ തോന്നുന്നു. ആംബുലൻസ് നമുക്ക് നേരെ ഇങ്ങനെ ഇടാം. അതാകുമ്പോൾ ബോഡി എടുത്തിട്ട് വെക്കാൻ എളുപ്പമായി. എൻ്റെ മോനെ, ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ടാ. പാമ്പ് അടിച്ച് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. എന്ത് തോന്നിയ സാറാണ് നീ എല്ലാം കാണിക്കുന്നത്? മരിച്ചാളെ നടച്ചിട്ട് കൊണ്ടിരുന്നു. എന്ത് എങ്ങനെമാരാണ് നിങ്ങളെല്ലാം? ഒരു ആംബുലൻസ് വിളിച്ചൂടെ? നിങ്ങൾ എന്തെന്നായി പറയുന്നത്? ഓൻ ചത്തിട്ടൊന്നുമില്ല, കാലിൽ മുള്ളു പറിച്ച. എൻ്റെ മോനെ ഏതാസ്പത്രിയിലാണെന്നോ കാണിച്ചിനി? നല്ല ഡോക്ടർ തന്നെയാ. അല്ല എനക്കങ്ങനെ തെറ്റാറില്ല, അതുകൊണ്ടാണ്. ഒന്നുകൂടെ കാണിക്കണം. ഹലോ, ആ പാമ്പ് കടിച്ച് വെച്ച ദിനേശിന്റെ വീട് എവിടെയാണ്? കിട്ടടം പിടിച്ചവർ പന്തലിടാൻ വേണ്ടി. പാമ്പ് കുത്തിയതല്ല പോലും, മുള്ളു കുത്തിയതാണെന്നാ പറയുന്നത്. എനക്കറിയില്ലേ? അല്ല ഓടിക്കണ്ട, ഇടക്കിടക്ക് പറമ്പിലേക്ക് പോന്നിയാന്ന്. അല്ലടാ പന്തൽ പണി നിനക്ക് തരാ. എന്നത് കിട്ടട്ടെ, വെറുതെ ആളെ മേനക്കെടുത്താൻ വേണ്ടി ഓരോരോ പണിയും കൊണ്ട് ഭ്രാന്ത്. എന്നാ പിന്നെ ഞാൻ പോട്ടെ, ഇവിടെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അല്ല എന്നാന്ന് നിനക്കൊരു ക്ഷീണം, ഡോക്ടറെ കാണിച്ചാലേ കേട്ടാ. ഇവിടുത്തെ ചെറുപ്പക്കാര് പിള്ളേരാന്ന് വേഗം. നാരായണ. ആരുടെ ഇയാള്? എനക്കറിയില്ല, മാമനാന്ന് പറഞ്ഞിട്ട് ഇടക്ക് വീട്ടിൽ വരുന്നതാണ് കാളപ്പാന്ന്.